ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 30 ചൊവ്വ 2025 വാർത്തകളിലേക്ക്. ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചു വൈറ്റ് ഹൗസ്. ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം, ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ, പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരണം, ഗാസയ്ക്ക് മാനുഷിക സഹായത്തിലുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ് സമാധാന പദ്ധതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശനത്തിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പുറത്തിറക്കിയത്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിലെ സുരക്ഷയ്ക്കും പാലസ്തീന്റെ വിജയത്തിനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമാണ് സമാധാന പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. ഗാസ വെടിനിർത്തലിന് US തയ്യാറാക്കിയ പദ്ധതി അംഗീകരിച്ച് ഇസ്രായേൽ. വൈറ്റ് ഹൗസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപനം നടത്തിയത്. അതേസമയം ഒക്ടോബർ 7 മറക്കില്ലെന്നും ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനമുണ്ടാകില്ലെന്നും ആ ദിനത്തിന് ശേഷം ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അതിന്റെ ജോലി പൂർത്തിയാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ദോഹ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ. ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചാൽ മാപ്പ് ചോദിച്ച നെതന്യാഹു ഖത്തറി പോലീസുകാരന്റെ മരണത്തിലും ഖേദം പ്രകടിപ്പിച്ചു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരക പാലശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കും. സ്വർണം പൂശിയ പാളി പുനഃസ്ഥാപിക്കാനായുള്ള ഹൈക്കോടതി അനുമതിയും താന്ത്രിക അനുമതിയും ലഭിച്ചതോടെ പാളികൾ പുനഃസ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെ എത്തിച്ച സ്വർണം പൂശിയ പാളികൾ ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ വിവാദം ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയെന്നും വിഷയത്തിൽ വിശ്വാസികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ദേവസ്വം മന്ത്രി മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തി പാർട്ടി MPയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ. പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടറി മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത്. കേരളത്തിന്റെ ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയെന്നാണ് വിവരങ്ങൾ. KPSC പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് തരൂർ വേദി പങ്കിട്ടത്. സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് NS പ്രസ്താവന സ്വാഗതാർഹമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. രാഷ്ട്രീയ നിലപാട് പറയാൻ NSSന് പ്രാപ്തിയുണ്ട്. സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയാണ് G. സുകുമാരൻ നായർ നൽകിയത്. അത് രാഷ്ട്രീയ പിന്തുണയാണോ എന്ന് പറയേണ്ടത് NS ആണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിന് ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ സംരംഭം മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. CM വിത്ത് മീ എന്നാൽ സർക്കാർ അപ്പാടെ ഒപ്പം എന്നാണ് അർത്ഥമെന്നും പൊതുജനവും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വിടവുണ്ടാകാൻ പാടില്ല എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. സംഘാടനം മോശമെന്നാരോപിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കാതെയാണ് മന്ത്രി ചടങ്ങ് റദ്ദാക്കി ഇറങ്ങിപ്പോയത്. കനകക്കുന്നിലെ പരിപാടിയിൽ പങ്കെടുത്ത തന്റെ പാർട്ടിക്കാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമെന്ന് പറഞ്ഞ മന്ത്രി സംഘാടന MVD ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ബെവറേജ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കാൻ രാത്രി 7 മണി വരെ മാത്രം. അർദ്ധ വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസിനെ തുടർന്നാണ് ഔട്ട്ലെറ്റുകൾ നേരത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഒക്ടോബർ 1 ട്രൈഡേ ആയതിനാലും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതിനാലും ഇനി ഒക്ടോബർ 3 മാത്രമേ ബെവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. ധനകാര്യ മന്ത്രി ആയതുകൊണ്ട് തന്റെ തറവാട് കാര്യമായിട്ടാണോ ധനകാര്യത്തെ താൻ കാണുന്നതെന്ന ചോദ്യത്തോടെയാണ് KN ബാലഗോപാൽ മറുപടി തുടങ്ങിയത്. നികുതിയേതര വരുമാനങ്ങൾ കൂടിയെന്നും അതുകൊണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നെന്നും ട്രഷറി അടച്ചുപൂട്ടാതിരിക്കുള്ള ധനവിനിയോഗ മാനേജ്മെന്റ് ഞങ്ങൾ നടത്തുന്നുണ്ടെന്നും KN ബാലഗോപാൽ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ ഭക്തജനങ്ങൾക്ക് എല്ലാ വഴിപാടുകളും ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നു. ആദ്യപടിയായി കൗണ്ടർ ബില്ലിംഗ് മോഡ്യൂളിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ നടന്നു. വഴിപാട് ബില്ലിംഗിന് പുറമെ ക്ഷേത്രങ്ങളുടെ ആസ്തി വിവരങ്ങളും സോഫ്റ്റ്വെയറിൽ ലഭ്യമാകും. പാലസ്തീന്റെ ജനാധിപത്യ അവകാശങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം പാലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡറായ അബ്ദുള്ള അബു ഷാവേസിനോട് മുഖ്യമന്ത്രി ഐക്യദാർഢ്യം അറിയിച്ചത്. അനധികൃത മത്സ്യബന്ധനം നടത്തിയ 8 യാനങ്ങൾ ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. 1,50,000 രൂപ
പിഴ ഈടാക്കുകയും ചെയ്തു. മാർക്കറ്റുകളും തീരപ്രദേശങ്ങളും ചെറുമീനുകളുടെ അനധികൃത വിൽപ്പന വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഹാർബറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് യാനങ്ങൾ പിടികൂടിയത്. നിയമാനുസൃതമല്ലാത്ത മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അനധികൃത മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്ന യാനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകി. അനധികൃത മീൻപിടുത്തത്തിനെതിരെ കോട്ടയം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് പരിശോധനയും കർശനമാക്കി. വേമ്പനാട് കായൽ, പുഴകൾ, തോടുകൾ, പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിൽ നിരോധിത മാർഗങ്ങൾ ഉപയോഗിച്ച് മീൻപിടുത്തം വ്യാപകമായതിനാണ് പരിശോധന. മത്സ്യബന്ധനം ഉപയോഗിച്ചുള്ള വള്ളങ്ങൾ പിടിച്ചെടുക്കുകയും 6 പേരെ പിടികൂടുകയും ചെയ്തു. പിടിച്ചെടുത്ത മീൻ ലേലം ചെയ്ത് വിറ്റ പണം സർക്കാരിലേക്ക് മുതൽക്കൂട്ടി. എറണാകുളം തൃക്കാക്കരയിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്കൂട്ടർ മോഷ്ടിച്ച സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി അക്ഷയ്, പാലക്കാട് സ്വദേശി സതീശൻ എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 22-ാം തീയതിയാണ് യുവാവിനെ ഇരുവരും ചേർന്ന് ആക്രമിച്ചത്. 1-ാം പ്രതിയായ അക്ഷയ് കാപ്പ കേസിലടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വന്യജീവി വകുപ്പ് കൊട്ടിയൂർ റേഞ്ച് ഓഫീസ് അധികൃതർ അറിയിച്ചു. കടുവ ഇറങ്ങിയെന്ന സംശയത്തിൽ അയ്യൻകുന്നിലും പരിസര പ്രദേശങ്ങളിലും വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ തെരച്ചിൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന് മൊഴി നൽകി കൗൺസിലർ ഓഫീസിലെ ജീവനക്കാരി ആത്മഹത്യ വക്കിലാണെന്ന് പല പ്രാവശ്യം അനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ജീവനക്കാരിയായ സരിതയുടെ മൊഴി. ഇത് കൗൺസിലർമാരോടും പറഞ്ഞിട്ടുണ്ടെന്ന് സതിര പോലീസിനോട് പറഞ്ഞു. കൗൺസിലറുടെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് ഇവർ മൊഴി നൽകിയത്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻ കോടതി. മുൻകൂർ ജാമ്യം റദ്ദാക്കിയുടെ പ്രതി സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. കൊലപാതകത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്നും എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ നിലനിൽക്കുന്നെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ പ്രോസിക്യൂഷൻ ആത്മഹത്യ പിഴയ്ക്കുള്ള വകുപ്പുകൾ ചേർക്കാത്തൽ കോടതി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. വിജയുടെ കരൂർ റാലിയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴുകനാണ് അറസ്റ്റിലായ. ഒളിവിൽ കഴിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതേസമയം കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIR TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. വിജയ് മനഃപൂർവ്വം റാലിക്കെത്താൻ 4 മണിക്കൂർ വൈകിയെന്നാണ് FIR-ലുള്ളത്. കരൂരിൽ അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയെന്നും FIR-ലുണ്ട്. കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തെ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 4 കിലോയോളം MDMA ഉൾപ്പെടെ 10 കോടി രൂപയുടെ മയക്കുമരുന്നുമായി 7 പേരെ കർണാടക പോലീസിന്റെ CBC വിഭാഗം പിടികൂടി. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ ഹരിയാന മോവത്ത് സ്വദേശി തൗഫീഖിനെ അറസ്റ്റ് ചെയ്തു. പൽവാൽ പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇയാളെ പിടികൂടിയത്. പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധത്തിനുണ്ടായ അക്രമ ഏറ്റുമുട്ടൽ 2 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാക് സൈന്യത്തിന്റെ ISA പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസിന്റെയും പിന്തുണയുള്ള സായുധ ഗുണ്ടൽ പ്രതിഷേധത്തിന് നേരെ വെടിയുതിർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഭരണ അട്ടിമറി നടന്നെങ്കിലും തങ്ങൾ ബംഗ്ലാദേശിന്റെ വഴിയിലല്ലെന്ന് വ്യക്തമാക്കി നേപ്പാൾ സർക്കാർ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഭരണം അട്ടിമറിക്ക് ശേഷം നേപ്പാൾ രൂപീകരിച്ച പുതിയ സർക്കാരിന്റെ പ്രതിനിധിയുടെ ഇന്ത്യ സന്ദർശനമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൗഹൃദം തുടരുമെന്ന വ്യക്തമായ സൂചന നൽകുന്നത്. നേപ്പാളിൽ പുതിയ ഊർജ്ജ ജലവിഭവ വകുപ്പ് മന്ത്രി കുൽമാൻ സിംഗ് ആണ് ഇന്ത്യ സന്ദർശിക്കാൻ നിശ്ചയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ചൈന. ഹുയാജിയാങ് ഗ്രാൻഡ് കനോൻ എന്ന പേരിട്ട പാലമാണ് കഴിഞ്ഞ ദിവസം തുറന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുനിന്ന് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.